ഹായ് നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഇതൊരു വീക്കെൻഡ് വീഡിയോ ആണ്. അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഇത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി വരുമ്പോൾ ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ അപ്ലോഡ് ചെയ്യാൻ പറ്റാമെന്നറിയില്ല. അപ്പോൾ തന്നെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് ഹെർബൽ ചിക്കൻ. ഈ കർക്കിടക മാസത്തിൽ നോൺ വെജ് ഒക്കെ കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കൂട്ടുന്ന രീതിയിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ചേർത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹെർബൽ ചിക്കന് നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഹെർബ്സ് തന്നെ മാക്സിമം യൂസ് ചെയ്യാണ്. ഇത് തുളസി. ഇതിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ചുമ, കഫക്കെട്ട്, ശ്വാസതടസ്സം അങ്ങനെയുള്ള എല്ലാ ഒരു റെസ്പിറേറ്ററി എലിമെൻസിനും അതിനൊക്കെ ഇത് ഏറ്റവും ഉത്തമമായ ഔഷധമാണ്. ഇത് പനിക്കൂർക്കയാണ്, കോളിയസ് അരോമാറ്റിക്കസ്. അപ്പോൾ ഇതും നമ്മൾ ശ്വാസ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും നമ്മൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ തുളസിയും ഇതും കൂടെ ചേരുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാകുന്നു. പിന്നെ അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി മുൻനിർത്തി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുത്തൽ എന്ന് പറയും, സെൻട്രല്ല ഏഷ്യാറ്റിക്ക. ഇതിന് ആങ്സൈറ്റി കുറക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ലേഡീസിനുള്ള അമനോറിയ, ജനൈറ്റോ യൂറിനറി ട്രാക്റ്റിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനുള്ള കഴിവുണ്ട്. ഇത് തിപ്പല്ലിയാണ്. നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടിനും നല്ലതാണ്. പിന്നെ ഇതിന് വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ട്. തിപ്പല്ലി, ചുമ, ശ്വാസതടസ്സം അതിനൊക്കെ ഉപയോഗിക്കാം. ഇത് വെറ്റിലയാണ്. വെറ്റില നമ്മുടെ ഡൈജഷൻ കൂട്ടും, പിന്നെ ആസ്മ എല്ലാത്തിനും നല്ലത്. ഇത് മാങ്ങയില, ആൻറ്റി ഡയബറ്റിക് ആണ്. പിന്നെ ഡയറി അങ്ങനെ ഒരുപാട് രോഗത്തിന് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ പേരക്കയില. ഇത് പുളിയില. പേരക്കയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പിന്നെ കൊളസ്ട്രോളിന് നല്ലതാണ്. പിന്നെ അതുപോലെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. ഇത് മഞ്ഞളുടെ ഇല. പുളിയിലയ്ക്കും മഞ്ഞളുടെ ഇലക്കൊക്കെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. മഞ്ഞളുടെ ഇല ജോണ്ടിസിന് വരെ മരുന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് മൊത്തമായിട്ടുള്ള നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഓരോ ഇലക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഞാനത് ആഡ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ പച്ചമുളക്, കുരുമുളക്, അത് പെരുംജീരകം, ജീരകം, കൊത്തമല്ലി, പിന്നെ മല്ലിയില, തക്കാളി, ചെറുനാരങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, പിന്നെ ഇത് ഉലുവ ഉണ്ടല്ലോ, അത് ഉണങ്ങിയത്, ഉലുവച്ചീര ഉണങ്ങിയത്, കസൂരി മേത്തി എന്ന് പറയും. ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് തുളസി, പുതിന, വെറ്റില, മാങ്ങയില, മഞ്ഞളുടെ ഇല, പേരക്കയില, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട്. ചിക്കൻ മുഴുവനായിട്ട് നന്നായി കഴുകിയ ശേഷം ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഡൗട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. അതിൽ ഞാൻ ഓരോ ഇലയുടെയും ഔഷധ ഗുണങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫോളോ, പ്ലീസ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ. പിന്നെ നന്നായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. കാരണം ഈ മസാലയൊക്കെ അതിനകത്ത് പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി വരഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലകൾ ഇതിനകത്തേക്ക് നന്നായി മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഈ മസാല തേച്ച് പുരട്ടി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിലുള്ള എല്ലാ സത്തും ഇതിൻ്റെ മീറ്റിലേക്ക് നന്നായി ചേരണമല്ലോ. എനിക്ക് മാത്രമേ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഹെർബൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ നമ്മുടെ വീട്ടിൽ കാണുന്ന എല്ലാ ഇലകളും വലിച്ചു വാരി ഇട്ട് എങ്ങനെ വെറുതെ ഉണ്ടാക്കുകയാണെന്ന്. അല്ല, ഓരോ ഇലയിലും ഉള്ള ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളെ മാങ്ങ ഇലയ്ക്കുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അങ്ങനെ ഗുവ ആൻറ്റി ഡയബറ്റിക് ആണ്. കൊളസ്ട്രോൾ ലോ ചെയ്യും. കഫിന്, കോൾഡിന് നല്ലതാണ്. വെയിറ്റ് ലോസിന് നല്ലതാണ്. പിന്നെ ടർമറിക്കിൻ്റെ ഇലയില്ലേ, അത് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. കോൾഡ്, കഫ് അതിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കൃമി ഉണ്ടല്ലോ, ഇൻറ്റസ്റ്റിനൽ വേംസ്, അതിനും നല്ലതാണ്. പിന്നെ നമ്മുടെ വയറ് വീർത്തിരിക്കുക, വയറിനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ മാറ്റാനുള്ള കഴിവുണ്ട് നമ്മുടെ മഞ്ഞളുടെ ഇലയ്ക്ക്. പിന്നെ ടമറിൻഡ്, പുളിയിലയിൽ അസ്കോർബിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇത് പ്രകൃതിദത്തമായ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അത് ബൂസ്റ്റ് ചെയ്യും. അപ്പം ഇത്രയൊക്കെ കഴിവുള്ള ഇലകളൊക്കെയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുത്തൽ എന്ന് പറയുന്ന സംഭവമില്ല, സെൻട്രല്ല ഏഷ്യാറ്റിക്ക, അത് ഫീവറിന് നല്ലതാണ്, അമനോറിയക്ക് നല്ലതാണ്, സ്കിൻ ഡിസീസിന് നല്ലതാണ്. അങ്ങനെ എല്ലാ ഔഷധ ഗുണങ്ങളുള്ള ഇലകളാണ്
ഇതിൽ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ദഹന പ്രക്രിയക്കും നമ്മളെ ആരോഗ്യത്തിനും ഒക്കെ ഗുണമുള്ള ഹെർബ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് കനലിൽ വെച്ച് അങ്ങനെ എടുക്കുന്നല്ല. അപ്പം നമ്മൾ ഇതിൽ വേറെ എണ്ണയോ വേറെ ഒരു മസാലകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹെർബൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ തയ്യാറാക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. ഇത് നമ്മൾ വാഴ ഇല ഉണ്ടല്ലോ, ഇത് നമ്മൾ വാട്ടിക്കൊടുക്കുകയാണ്. കാരണം ആ ചിക്കൻ പൊതിയാൻ വേണ്ടിയിട്ട് വാഴ ഇല വാട്ടണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുമല്ലോ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഇല വാട്ടിയിട്ടാകുമ്പോൾ അത് സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ കെട്ടാൻ പോകുന്നത്. നന്നായി കെട്ടിയിട്ട്, കാരണം ഇതുപോലുള്ളൊരു ഇത്ര ബുദ്ധിമുട്ടുള്ള വീഡിയോ ഫസ്റ്റായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തായാലും. ഇത് നമ്മൾ വീടിനടുത്ത് വെച്ചിട്ട് എടുത്ത മണ്ണാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് വെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ഇലയിൽ ചിക്കൻ കെട്ടിയിട്ടുണ്ടല്ലോ, ആ ചിക്കന് നമ്മൾ ഈ മണ്ണ് മൊത്തമായിട്ട് അങ്ങ് പൊതിയും. ഞാൻ വെള്ളം ഒഴിച്ച് കുഴച്ചപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഇങ്ങനെ വെള്ളം ആയിപ്പോയി. അവസാനം ഞാൻ കുറച്ച് മണ്ണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റപ്പാക്കി എടുത്തതാണ്. അതാണ് ഞാൻ പറഞ്ഞ് ഫസ്റ്റായിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ഹെർബൽ ചിക്കൻ ഇതുപോലെ ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും വെള്ളം ആക്കരുത് കുഴച്ചെടുക്കുമ്പോൾ, കുറച്ച് കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കുക എന്തായാലും. ഇത് എനിക്ക് ആദ്യം വെള്ളം ആഡ് ചെയ്യുന്ന ആ ഒരു അളവ് മനസ്സിലായില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ മണ്ണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ. ഇത് പുറത്ത് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 കമ്പി വെച്ച് പിന്നെ നമ്മൾ അത് വെച്ചിട്ടാണ് ഈ ചിക്കൻ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. ഒരുപാട് സമയമെടുത്തു. നമ്മൾ നന്നായി വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പറയട്ടെ, എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സൂപ്പർ സംഭവമാണിത്. കാരണം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മറക്കും കേട്ടോ. അടിപൊളി ഡിഷാണ്, അടിപൊളി. കാസർഗോഡ് സാധാരണ ഹെർബൽ ചിക്കൻ കുറച്ച് ഫേമസ് ആണ്. പക്ഷെ അതിൻ്റെ റെസിപ്പി അല്ല ഇത്. ഞാൻ തന്നെ ഇതാക്കിയ കുറച്ച് ഈ ഇലകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ്. അപ്പോൾ നന്നായി നമ്മൾ കത്തിച്ച് ഏകദേശം 1 hour 2 hour നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ഏകദേശം നല്ല തീയിൽ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് തീ ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് വീണ്ടും അതിങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ സൈഡിലൊക്കെ നല്ല കറുത്ത് കാണുന്നുണ്ടല്ലോ, അത് നന്നായി ചൂടായി. അപ്പം മുകളിൽ കുറച്ച് മണ്ണ് നനഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു ഇനി മുകളിലെ ഭാഗം വെന്ത് കിട്ടില്ലേ എന്നൊരു പേടിയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തിരിച്ചു കൊടുത്തു. തിരിച്ചിട്ടിട്ട് അത് റെഡിയാക്കി. ഇത് പൊട്ടിപ്പോയി കേട്ടോ. അത് നമ്മൾ അടുപ്പത്തു നിന്നൊക്കെ എടുത്ത് വന്നപ്പം പൊട്ടിപ്പോയി. മഴ പെയ്തു ആ സമയത്ത് ലാസ്റ്റ് ആയപ്പോൾ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അത് പൊട്ടിപ്പോയി. നമുക്ക് വീഡിയോൻ്റെ മുന്നിലിട്ട് പൊട്ടിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ പൊട്ടാതെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ വെന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. ഇത് നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നോക്കട്ടെ, എന്തായാലും വേവണം എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. വെന്താൽ മതിയായിരുന്നു. വേവായിരിക്കും. നമ്മൾ എന്തായാലും 1-2 മണിക്കൂർ നല്ല സൂപ്പറായിട്ട് കത്തിച്ച് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ആ ഒരു പേരക്കേൻ്റെ മാവിൻ്റെ ഇലേൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. മണ്ണൊന്നും ആവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആ പുറത്തത്തെ ഇല അതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇത് കുഞ്ഞ് ഗിഫ്റ്റ് ഒരുപാട് റാപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന പോലെ ഉണ്ട്. കണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നല്ല അതിന് നല്ല പുക വരുന്നൊക്കെ കാണുന്നില്ലേ, നല്ല അടിപൊളി. ഇനി ഇത് ഒന്ന് വെന്തിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. കാരണം മസാലയൊക്കെ അടിപൊളിയായി നിന്നിട്ടുണ്ട്. നോക്കൂ, ഞാൻ
കൈകൊണ്ട് തന്നെ പൊളിച്ചെടുക്കുകയാണ്. നന്നായി വെന്ത് കിട്ടി. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.